നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അറിയാം ദി പ്രോഗ്രസ് ന്യൂസ് മിനിറ്റിലൂടെ. കോടികൾ മുടക്കി സ്ഥാപിച്ച AI ക്യാമറകൾ കണ്ണടയ്ക്കുന്നു. കരാർ കമ്പനിയായ കെൽട്രോണിന് സർക്കാർ പണം നൽകാത്തതിനാൽ 1 മാസമായി നിയമലംഘകർക്ക് പിഴ ഈടാക്കിയുള്ള നോട്ടീസ് അയക്കുന്നില്ല. വൈദ്യുതി കുടിശ്ശികയുള്ളതിനാൽ കൺട്രോൾ റൂമുകളുടെ ഫ്യൂസ് ഊരാനും സാധ്യതയുണ്ട്. പുതുവത്സരത്തിൽ വിജയക്കുതിപ്പുമായി ISRO. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപിച്ച എക്സ്പോസാറ്റ് ഭ്രമണപഥത്തിലെത്തി. തമോഗർത്തങ്ങളെയും ന്യൂട്രോൺ നക്ഷത്രങ്ങളെയും കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യ എക്സ്റേ പോളാരിമീറ്റർ ഉപഗ്രഹമാണ് ഇത്. ഇത്തരം ദൗത്യം നടത്തുന്ന 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ. സിൽവർ ലൈനിന് റെഡ് സിഗ്നൽ. 1 ഇഞ്ച് ഭൂമി പോലും നൽകില്ലെന്ന് ദക്ഷിണ റെയിൽവേ. റെയിൽവേയുടെ ഭാവി വികസനത്തിനും വേഗം കൂട്ടലിനും തടസ്സമാകുമെന്നതിനാലാണ് സ്ഥലം വിട്ടു നൽകില്ലെന്ന് ദക്ഷിണ റെയിൽവേ കേന്ദ്ര റെയിൽവേ ബോർഡിന് റിപ്പോർട്ട് നൽകിയത്. ഗ്രാമീണ സർവീസുകൾക്കായി കുട്ടി ബസ്സുകൾ വാങ്ങാൻ ഒരുങ്ങി KSRTC. 2001 കൊണ്ടുവന്ന പരീക്ഷണം വീണ്ടും ആവർത്തിക്കുമെന്നും മന്ത്രി KB ഗണേഷ് കുമാർ അറിയിച്ചു. ദീർഘദൂര ഡ്രൈവർമാർക്കായി AC ഡോർമിറ്ററി ഒരുക്കാനും ആലോചനയുണ്ട്. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാരെ പരിഹസിച്ച മന്ത്രി സജി ചെറിയാനും മുൻ മന്ത്രി KT ജലീലിനുമെതിരെ രൂക്ഷ വിമർശനവുമായി KCBC. BJP നേതാക്കൾ വിളിച്ചാൽ ചില ബിഷപ്പുമാർക്ക് രോമാഞ്ചമെന്നായിരുന്നു മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. സ്ഥാനം മറന്ന് പ്രതികരിക്കരുതെന്നാണ് KCBC പറഞ്ഞത്. റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ നിശ്ചല ദൃശ്യത്തിന് ഇത്തവണയും അനുമതി നിഷേധിച്ച് കേന്ദ്ര സർക്കാർ. വികസിത ഭാരത്, ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് എന്നീ വിഷയങ്ങളിൽ കേരളം നൽകിയ 10 മാതൃകകൾക്കും കേന്ദ്രം അനുമതി നൽകിയില്ല. ചെങ്കടലിൽ ഹൂതികളുടെ 3 ബോട്ടുകൾ മുക്കി US സേന. 10 പേർ മരിച്ചെന്നും 2 പേർക്ക് പരിക്കേറ്റെന്നും യമൻ അറിയിച്ചു. അതേസമയം ഹൂതികളുടെ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ നാവികസേന അറബിക്കടലിലും ഏഡൻ ഉൾക്കടലിലുമായി 5 യുദ്ധക്കപ്പലുകളും 1 യുദ്ധവിമാനവും കൂടി വിന്യസിച്ചു.